പാചകം ചെയ്യാനായിട്ട് ഞാനാണോ ഇച്ചാനാണോന്ന് അറിയില്ല. നല്ല ഉറക്കോ. വിളിച്ചു നോക്കട്ടെ. ഇച്ചാ ഇച്ചാ വാവേനെ എഴുന്നേപ്പിക്കാതെ വേണം വിളിക്കാനായിട്ട്. ഇച്ചാ ഇങ്ങോട്ട് എഴുന്നേറ്റേ. അതെ ഇതാരെ എഴുന്നേറ്റ് വന്നെ നോക്കി. വന്നേ എത്ര നേരം എന്ന് വിചാരിച്ചാ. ഇങ്ങോട്ട് എഴുന്നേറ്റേ. എഴുന്നേൽക്ക്. വാവ എഴുന്നേക്ക്. ഇങ്ങോട്ട് എഴുന്നേക്ക്. ഇച്ച എന്നാ കോയിനെടുത്ത് നോക്കിക്കേ ആരാണെന്ന്. വാ ഇങ്ങോട്ട് വാ. ഇച്ചാന ഡ്യൂട്ടിയൊന്നുമില്ല. അപ്പൊ ഇച്ചായനെ കൊണ്ട് ഇന്ന് പാചകം ചെയ്യിപ്പിക്കാന്നാണ് എൻ്റെ. ദൈവമേ ഇച്ചാനായിക്കണേ ഇന്ന് പാചകം ചെയ്യണ. വാ 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 വാ. എന്നാ വെക്കാട്ടെ. വായിച്ചാ നോക്ക് ഇന്ന് ആരാ പാചകം ചെയ്യണേന്ന് നോക്ക്. എന്നിട്ട് ഇച്ചായൻ ഇന്ന് എനിക്കിന്ന് എൻ്റെ ഇച്ചായൻ്റെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ള യോഗം ഉണ്ടാകണേ ഈശോയേ. എഴുന്നേക്ക് എഴുന്നേൽക്ക്. നോക്കിച്ചാ കുഞ്ഞാവേ വാ ഇങ്ങോട്ട്. കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കാതെ നോക്ക്. മതി അത് സുന്ദരനാണ്. എന്നാ ഇതിൽ ഏത് വീണാലാണെന്ന് നിന്റെ പാചകം? ഏതാന്ന് വെച്ചാൽ ഇച്ചാൻ ഇഷ്ടമുള്ളത് ഇച്ചാൻ സെലക്ട് ചെയ്തോ. ഓക്കെ. ഈ മുയലിൻ്റെത് വീണ നിനക്ക്, ഈ പടം ഉള്ളത് വീണ എനിക്ക്. ഓക്കെ. മുയലിൻ്റെ വീണത് നിനക്കാണ്. ഓക്കെ സമ്മതിച്ച്. എഗ്രി. വേഗം ആട്ടെ. ദൈവമേ 3 പ്രാവശ്യമെങ്കിലും ഉണ്ടാവണേ. അല്ല വേണ്ട എന്നാ ഒന്ന് നോക്കാം. മുയല് അല്ല 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞാ മതി. എന്തിനാ 3 പ്രാവശ്യം 2 പ്രാവശ്യം കൂടി ഇടിച്ച 2 പ്രാവശ്യം കൂടി. എല്ലാ പ്രാവശ്യം അങ്ങനെയാണ്. ഒന്നേ പഴിച്ചാ 3 എന്തുവാണ് ഇത്? ഇട്. ഇതിനുള്ള ശിക്ഷ കൊടുക്കണേ. ഈശോയേ ഇച്ചായനായിരിക്കണേ. ഇനി ഒന്നും കൂടി ഇട്. 1 പ്രാവശ്യം കൂടി ഉണ്ട്. ഒന്നും കൂടി. ദൈവത്തിന്റെ ഒരു ശക്തി നോക്കിക്കോണം. 2 പ്രാവശ്യം വീണപ്പോഴും മുയലിന്റെ തന്നെ വന്നെ. യേശുവേ മുയല് 3 പ്രാവശ്യം വീണപ്പോഴും പാചകം ഇന്ന് എൻ്റെ കുട്ടിക്ക് തന്നെയാണ്. സന്തോഷത്തോടു കൂടി പോയി ചെയ്യൂ മകളെ. സന്തോഷത്തോടു കൂടി പോയി ചെയ്യും. ഒരു കള്ളത്തരവും ഇല്ല. സത്യമാണ് കേട്ടോ. അല്ലേ? അല്ലേ? അതെ. കണ്ടല്ലോ. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞുമായിട്ട് ഒന്ന് കിടക്കട്ടെ. ചെല്ലുക. ഇല്ലത്ത് ഇത് പതിവില്ല.